ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതായത് കോളിഫ്ലവർ കൊണ്ട് ഞാനിപ്പോൾ 250 ഗ്രാം കോളിഫ്ലവർ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കൂടെ ഇട്ട് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട്. 2 മുട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 മുട്ട വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മളൊരു റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ മുഴുവനായിട്ട് ഇടണ്ട. നമ്മൾ തോരനൊക്കെ കട്ട് ചെയ്യുമല്ലോ, അതുപോലെ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ക്യാബേജ് മുഴുവനും കോളിഫ്ലവർ മുഴുവനും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. 2 സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 മുട്ട, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ മതി. ഓയിലൊന്ന് ചൂടായി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ചൂടായിട്ടുണ്ടോ നോക്കി, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സവാള ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ വഴറ്റണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് താളിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണേ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഒന്ന് വഴണ്ടിട്ടിട്ട്, അപ്പോൾ നമ്മുടെ സവാള വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കാം. അതായത് ആ പൊടികളുടെ പച്ചമണം മാറണം. എന്നിട്ട് ഇതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണേ. ഫ്ലെയിം കുറച്ച് വെച്ചോണം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോഴേ. ഇനിയിപ്പോൾ നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റണം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഇടേണ്ട ആവശ്യം വരും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 തൊട്ട് ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. എന്ന് വെച്ചാൽ ഈ കോളിഫ്ലവറും ഈ സവാള എല്ലാം കൂടി ഒന്ന് നമുക്ക് കുക്കായി കിട്ടണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തോണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കോളിഫ്ലവർ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്, അതുകൊണ്ടാണ് ഈ കളർ. അപ്പം ഞാൻ എടുത്ത് നോക്കട്ടെ. കോളിഫ്ലവർ നല്ലപോലെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ചേർക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ചാണ് ചേർത്തത് സവാള വഴറ്റാനായിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നേ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഈ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണേ.
ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇതിൽ നമ്മൾ തേങ്ങയോ വേറെ അരപ്പുകളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ മുട്ട സവാള അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടെ കൂട്ടിക്കൊള്ളണേ. ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. ആ മുട്ട നല്ലപോലെ വേകണമല്ലോ. അപ്പോൾ അതിന് ഞാൻ നല്ലപോലെ വരട്ടി. ഇതിൽ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളമേ ചേർത്തിട്ടില്ല. ചേർക്കാനാണ് നമ്മൾ മൂടി വെച്ച് വേവിച്ചത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചപ്പാത്തിക്ക് നല്ല ഒരു കോമ്പിനേഷനാണിത്. ചപ്പാത്തി, ദോശ, ചോറ് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.